ഈ തോട്ടിൽ കൂടെ പോയി വെള്ളം ചുമന്ന് വരുന്ന കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി. എന്നെ കൊണ്ട് ഓടാനും ചാടാനും ഒന്നും എനിക്കാവില്ല. അതിനെ കണ്ടാൽ തന്നെ എങ്ങനെ ഓടാൻ ഈ കാട്ടിക്കൂടെ? വെള്ളം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ മുത്തപ്പന് നേർച്ച കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് കഷ്ടപ്പെടാനാവുന്നില്ല. വെള്ളത്തിനൊക്കെ ദൂരെയായ കൊണ്ട് എടുത്ത് മടുത്തിട്ട് ആരും പ്രാർത്ഥിക്കാനോ എനിക്ക് വെള്ളം കിട്ടാൻ വേണ്ടിട്ട്. ആന വന്നായിരുന്നു. പിന്നെ വെളുപ്പിന് ഒരു 5:30 ആയപ്പോഴത്തേന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോലീസുകാർ ഓടിച്ചു വിട്ടു. അപ്പൊ അലാറം അടിച്ചോ? അലാറം അടിച്ചു. നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ ഗ്യാസ് പോയ അവസ്ഥയായിരുന്നു. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആർളം ഫാമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. കിണർ പണിയാണ് നമ്മളിവിടെ ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്നത്. രമേശ് ചേട്ടന് കുടിക്കാനുള്ള വെള്ളം കിട്ടുക. നമ്മൾ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുന്നെയാണ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഒരു മാസം ആയില്ല, ഒരു 10-25 ദിവസം മുന്നെയാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. രമേശ് ചേട്ടൻ്റെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നവും ആ ചേട്ടൻ കുടിവെള്ളം എടുക്കാൻ പോകുന്ന സ്ഥലമൊക്കെ അതിസാഹസികമായിട്ട് കാണിച്ച് ആ ചേട്ടൻ്റെ കാലിൻ്റെ പരിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുകയും പിന്നീട് അമേരിക്കയിലുള്ള മേഴ്സി ചേച്ചിയുടെ ഭർത്താവ് വർഗീസ് ചേട്ടനും കൂടെ നമുക്ക് ഈ കിണറിനുള്ള സഹായം തരികയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ കിണറിൻ്റെ പണി ആരംഭിച്ചത്. അതുമുതലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടതാണ്. ഏതായാലും കഴിഞ്ഞ ഒരു 10-14 ദിവസമായിട്ട് നമ്മളിങ്ങനെ കിണർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വെള്ളം കാണാത്തതിൻ്റെ വലിയ വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പണിക്കാർക്കും ഉണ്ടായിരുന്നു, രമേശേട്ടനും ചേച്ചിക്കും അവരുടെ മക്കൾക്കും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരാശയായിരുന്നു. ഏതായാലും ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു സർപ്രൈസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങളിന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഏതായാലും അതിൻ്റെ ഒരു ഫ്ലോയിൽ തന്നെ കാണുക. കാരണം കഴിഞ്ഞൊരു 1-2 ദിവസത്തെ വീഡിയോസ് ഒരുമിച്ചാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു പ്രോസസ്സ് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഏതായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തുടക്കം മുതൽ അവസാനം വരെ കാണുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയാം കേട്ടോ. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. ഇന്ന് 13ാമത്തെ ദിവസമാണ് നമ്മൾ കിണർ പണി ആരംഭിച്ചിട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത്. നമ്മൾ വന്നപ്പോഴത്തേക്കും ഇച്ചിരി ലേറ്റായി. ഇന്ന് പകൽ വരാനായിട്ട് സാധിച്ചില്ല. ഏതായാലും ഇന്നത്തെ പണി എവിടം വരെ എത്തി എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം കേട്ടോ. രമേശ് ചേട്ടാ, എന്താ സ്ഥിതി? കിണറിൻ്റെ പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. എത്ര കോലായി? 8.5 കോലായി. 8.5 കോലായില്ലേ? 9.5 ഒരു 1.5 കോലും കൂടി ആകുമ്പോഴത്തേനും റെഡിയാവൂല്ലേ? റെഡിയാവും. ഇപ്പം ചെളി കാണുന്നുണ്ട്. ചെളിയായില്ലേ? ഇന്ന് കുഴിച്ച മണ്ണ് ഏതാ? അതാ അവിടെ. അത് ഇതാ? ഇതോ അതെ അങ്ങോട്ട് താഴെ അതെല്ലാം പോയി. അല്ല ഇതുണ്ട്. ഇത് നനവുണ്ടല്ലേ? നനവുള്ള മണ്ണ് കേട്ടോ. ഏതായാലും 8.5 കോലായി എന്നാണ് പറഞ്ഞത്. വലിയ കറുത്തുമായി. 2 ദിവസം പനിയായതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് പോകുന്നത്. 1.5 കോലും കൂടെ താഴ്ത്തിയാൽ വെള്ളം കാണുമെന്നുള്ളതാണ് ചേട്ടൻ പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ആ ഒരു നിമിഷത്തിനായിട്ട്. സംഭവം 8.5 കോലായിട്ടോ. ഇത് ഈ ഒരു റിങ് ഒരു കോല് വെച്ചിട്ടാണ്. താഴേക്ക് ചെല്ലുമ്പോൾ നമ്മൾ റിങ്ങായിട്ട് ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള ഏരിയ ആയതുകൊണ്ട് എത്തി മിനുക്കാനായിട്ട് പാടുള്ളതുകൊണ്ടും റിങ്ങായിട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിലുള്ള തീരുമാനം വന്നതുകൊണ്ട് പിന്നെ റിങ്ങായിട്ട് ചെയ്യാതെ പോയത്. ഏകദേശം പകുതി വരെ നമ്മൾ റിങ്ങായിട്ടാണ് പോയത്. പിന്നെ അങ്ങോട്ട് റിങ്ങായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ 8.5 കോലായി എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇതിലും വളരെ തകൃതിയായിട്ട് തന്നെ പണി നടക്കുന്നു. 9.5 കോലിൽ കാണുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? എന്തായാലും ആവും. അല്ലാണ്ട് ഈ നനവും ചളിയാവില്ലല്ലോ. ആണല്ലേ? കുഴിക്കുന്നവരെന്താ പറഞ്ഞേ? കുഴിക്കുന്നവരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇത് മിക്കവാറും നാളെ തന്നെ കാണുമെന്നാണ് പറഞ്ഞു. നാളെ എന്തായാലും ഞാൻ വരാം. ആ ഒരു നിമിഷം കാണണം എനിക്ക്. ആ ചേച്ചിക്കും കാണിച്ചു കൊടുക്കണം.
ചേച്ചിക്കും ചേട്ടനേ നമുക്ക് സ്പോൺസർ ചെയ്ത ആൾക്കാർക്ക് ആ ഒന്ന് കാണിച്ചു കൊടുക്കണം. നാളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരും അതാ പറഞ്ഞത്. ആണല്ലേ? നാളെ അപ്പോൾ എങ്ങനെയാ കൂടുതൽ ആൾക്കാർ എല്ലാം വരുന്നുണ്ടോ കുടിക്കാനായിട്ട്? ഇല്ലല്ലേ, ഇവർ മാത്രമേ ഉള്ളൂ. അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. മണ്ണിന്റെ സ്ഥിതി ഇതുപോലെ തന്നെയല്ലേ? ഇതുപോലെ തന്നെ. വലിയ കരിങ്കല്ലൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല, കല്ലില്ല, കല്ല് തീർന്നു അടിയിലേക്ക്. ഇനിയിപ്പോ ചെളിയാ. അതായത് നമുക്ക് നാളെ ശുഭവാർത്ത കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? നാളെ പ്രതീക്ഷിക്കുന്നു. ഇന്നാ പ്രതീക്ഷിച്ചത്, നോക്കുമ്പോ ആയിട്ടില്ല. ആണല്ലേ? ആന വന്നായിരുന്നോ കഴിഞ്ഞ ദിവസം? ഞങ്ങൾ ആന വന്നായിരുന്നു. പിന്നെ വെളുപ്പിന് ഒരു 5:30 ആയപ്പോഴത്തേന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോർഷാർ ഓടിച്ചു വിട്ടു. അപ്പൊ അലാറം അടിച്ചോ? അലാറം അടിച്ചു ഇങ്ങോട്ട് പോയി. ആന ഇങ്ങോട്ട് പോയി. പിന്നെ അന്ന് വൈകുന്നേരം തന്നെ ഒരു 4:05 മണിയായപ്പോൾ എൻ്റെ വീടിന്റെ മുകളിൽ കൂടെ തന്നെ അങ്ങനെ ഇങ്ങോട്ട് തോട്ടിലേക്ക് പോയി. അതേപോലെ തോട്ടിൽ നിന്ന് രണ്ടാമതും തിരിച്ച് ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോയി. അതേതാനയാ? അതാ ഈ ആന തന്നെ, ഒരു കൊമ്പനല്ലേ? സ്ഥിരം വരുന്നത് തന്നെയാണ് ഇവിടെ വന്നത്? അതെ, ഈ വീടിന്റെ ഇവിടെ വന്നേ? ഇവിടെ വരുന്നത് അത് തന്നെയാണല്ലേ? ഓഹോ, 5:30 ഇതിന്റെ തൊട്ട് മുകളിലേ? അതാ അതിന്റെ വീടിന്റെ തൊട്ട് മുകളിൽ കൂടെ അല്ലേ? അപ്പൊ ആനയുടെ വീഡിയോ അല്ല ഇതിന്റെ അകത്ത് കാണിക്കുന്നല്ലേ? എന്നിട്ട് അത് എങ്ങനെയാ ഫോറസ്റ്റുകാർ ഓടിച്ചോ? ഫോറസ്റ്റുകാർ ഓടിച്ചൊന്നുമില്ല. അത് അങ്ങ് നേരെ അങ്ങ് താഴോട്ട് അങ്ങ് പോവുക ചെയ്ത്. അവിടെ വേറെ വീടുകളൊക്കെ ഉള്ളതല്ലേ? വീടുകളൊക്കെ ഉണ്ട്. അവരെന്നിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് കയറ്റി വിടുക അങ്ങനെ ചെയ്തല്ലേ? ഏതായാലും കഴിഞ്ഞ ദിവസം ആന ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ പ്രദേശത്തോടെ കടന്നു പോകുന്ന ഒരു വിഷ്വലുണ്ട്. ആ വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒറിജിനൽ സ്ഥലവും കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കോട്ടപ്പാറയാണ്. അവിടെയാണ് നമ്മുടെ രമേശൻ്റെ വീട്. ഈ ഒരു മരത്തിൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ള പ്രദേശത്താണുള്ളത്. ആ ഒരു ലെവലിൽ ആന പാസ് ചെയ്ത് പോയ വഴി എന്ന് പറഞ്ഞ് ഇതിലേട്ടോ, അതായത് രമേശൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിൽ കൂടെ തന്നെയാണ് ആന പാസ് ചെയ്ത് പോയത്. അതിൻ്റെ വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? കിണറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതുവരെയായിട്ട് വെള്ളം കണ്ടില്ല. ഇന്ന് കാണുന്ന എല്ലാവരും പറഞ്ഞോണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചു അല്ലേ? നാളെ കാണുന്ന പ്രതീക്ഷയുണ്ടോ? എനിക്കും ഇല്ല. അതിനുണ്ട്. അതിന് മുത്തപ്പന് വരെ നേർച്ച പറഞ്ഞിരിക്കുന്ന അതേപോലത്തെ കഷ്ടപ്പാടല്ല എനിക്ക്. വെള്ളം കിട്ടുവാണെങ്കിലും ഞങ്ങൾ മുത്തപ്പന് നേർച്ച കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് കഷ്ടപ്പെടാനാവുന്നില്ല. വെള്ളത്തിനൊക്കെ ദൂരെയായ കൊണ്ട് പോയി എടുത്ത് മടുത്തു. ഇപ്പം തന്നെ ഈ പൈപ്പ് ആടെ ഇട്ട കൊണ്ട് ഒരു ഉപകാരിയായി. അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പാട് തന്നെയായിരുന്നു. വേനൊക്കെ എനിക്ക് കഷ്ടപ്പാട്, മഴക്കാലത്തല്ല. വേനക്ക് വെള്ളം പറ്റി പോവാണെങ്കിൽ കിട്ടൂല. അതുകൊണ്ട് മണ്ണിന് നനവുള്ള മണ്ണ് കിട്ടിയെന്നല്ലേ പറഞ്ഞേ? ചെളി മണ്ണെല്ലാം കിട്ടീനു. അതുകൊണ്ട് നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാല്ലേ നമുക്ക്? ഇന്നലെയും കിട്ടീനു കുറച്ച്. ചേച്ചിക്ക് നിങ്ങൾക്കൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ നാളെ കിട്ടും കേട്ടോ. ദൈവത്തിനോട് എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് കഷ്ടപ്പെടാനാവുന്നില്ല. ഞാനും പ്രാർത്ഥിക്കാം. എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് എനിക്ക് കഷ്ടപ്പാടാ. ഇപ്പൊ കിട്ടുന്ന ഉറവ കറക്റ്റാ? കറക്റ്റ് ഉറവയായിരിക്കും. ഇന്ന് ചെളിമണ്ണ് കുറച്ച് കിട്ടിയിരുന്നു. മഴയുടെ ഉറവയാണെങ്കിൽ നേരത്തെ കിട്ടിപ്പോയനെ. ഇത്രയും താഴത്തിന്റെ ആവശ്യമൊന്നും വരികയല്ല. നോക്കാം ഞമ്മക്ക്. നാളെയും കൂടി നോക്കിയിട്ട് ഞമ്മക്ക് നിർത്താം. അത് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. നിർത്തേണ്ടി ഒന്നും വരില്ല. നമുക്ക് നാളെ കിട്ടുന്നേ. നാളെ കിട്ടിയാൽ ഞമ്മക്ക് എല്ലാവർക്കും സന്തോഷമായി. നാളെ കിട്ടും, നമുക്ക് നോക്കാം. എവിടെയായാലും വെള്ളത്തിന് പോകണ്ട, എൻ്റെ കഷ്ടപ്പാട് മാറുകയും ചെയ്യും. നാളെ നമുക്ക് നോക്കാട്ടോ. ചേച്ചി വിഷമിക്കണ്ട, നമുക്ക് ഒറ്റകൊക്കെ ഈ തോട്ടിൽ കൂടെ പോയി വെള്ളം ചുമന്ന് വരുന്ന കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് പേടി. എന്നെ കൊണ്ട് ഓടാനും ചാടാനും ഒന്നും എനിക്കാവില്ല. അതിനെ കണ്ടിട്ട് തന്നെ എങ്ങനെ ഓടാൻ ഈ കാട്ടിക്കൂടെ? അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ചേച്ചിക്ക് ഒരു കിണർ വേണ്ടിയിട്ട് അവിടുന്ന് അങ്ങ് ഏതോ രാജ്യത്ത് കിടക്കുന്ന ആൾക്കാർ ചേച്ചീനെ സഹായിച്ചത്. മനസ്സിലായോ? എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ നന്ദി പറയും. അപ്പം നമുക്ക് നാളെ വെള്ളം കിട്ടും കേട്ടോ. വെള്ളം കിട്ടും തന്നെ പറയാം കേട്ടോ. വെള്ളം കിട്ടിയാൽ എനിക്ക് സന്തോഷം. എല്ലാവർക്കും സന്തോഷം. എല്ലാവർക്കും സന്തോഷം കേട്ടോ. ഓക്കെ. അപ്പോൾ ഏതായാലും ഇന്ന് 14ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്ന് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ ഏതായാലും ഇന്ന് ഇവിടെ പണി തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്.
ഇന്നൊരു ശുഭവാർത്ത കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം കേട്ടോ. ഏതായാലും ഞാനിപ്പോൾ അങ്ങോട്ട് പോവാണ്. അവർക്ക് ഒന്ന് അങ്ങോട്ട് ചെന്ന് നോക്കാം എന്താണ് പണിയുടെ സ്ഥിതി എന്ന് നോക്കാം. അതുകൂടാതെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഒരു ചേച്ചി ഇവർക്ക് 2 സ്റ്റീൽ റാക്കും അതുപോലെ തന്നെ ഇവരുടെ ജനലും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ജനൽ പതുക്കെ വരുള്ളൂ, പക്ഷേ സ്റ്റീൽ റാക്ക് ഇന്ന് റെഡിയാണ്. അപ്പോൾ സ്റ്റീൽ റാക്ക് ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓൾറെഡി അത് കയറ്റി വിട്ടിട്ടുണ്ട്. നമുക്കിന്ന് ഇങ്ങോട്ട് വരും കേട്ടോ. ഏതായാലും ഒരു മണ്ണെടുത്തിരുന്ന രംഗമൊക്കെ കാണും. ആൾ കൂടുതൽ ഫോഴ്സ് വലിക്കാൻ ചിലവാകുന്നതുകൊണ്ട് രമേശേട്ടനും കൂടുന്നുണ്ട്. നമുക്കറിയാം രമേശേട്ടൻ്റെ കാലിൻ്റെ സ്ഥിതിയൊക്കെ അറിയാം, പക്ഷേ പുള്ളി കൂടുന്നുണ്ട് കേട്ടോ. അലാറം വന്നപ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെ പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നും ഇല്ലാണ്ട് കേട്ടോ. കിണറിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുന്ന മണ്ണിന് ഒരു നനവുണ്ട് കേട്ടോ. അത് ആ കൊട്ടയിലൊക്കെ നമുക്ക് ആ മണ്ണ് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊരു ശുഭ സൂചനയാണ്. ഇതിന് സോഫ ഏതായാലും സ്റ്റീൽ റാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിനി അത് ഇറക്കുവാണ്. അങ്ങനെ നമ്മുടെ സ്റ്റീൽ റാക്ക് ഇവർക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് ഡ്രസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ കിച്ചണിലേക്ക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ US സാന്ദ്ര ചേച്ചിയാണ് നമുക്കിത് സ്പോൺസർ ചെയ്ത് തന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഈ 2 ജനലും കൂടെ മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അത് ഇരിച്ച് താമസം എടുക്കും. ഏതായാലും നമുക്ക് റാക്ക് പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് മാത്രം കേട്ടോ. കിട്ടൂലേ? നമ്മളിപ്പോൾ ഏറ്റവും അവസാനം വെള്ളത്തിൻ്റെ ഇത് കണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആ കാണുന്ന ഒരു കുഴിക്കകത്ത് നിങ്ങൾക്ക് കാണാൻ ഒരു നനവ് കാണാം. അതതിൻ്റെ തുടക്കമാണ് കേട്ടോ. ഏകദേശം നമ്മളതിൻ്റെ ആ ഒരു അവസാന നിമിഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു കുഴി കുഴിച്ചേക്കാൻ നമുക്ക് കാണാം കേട്ടോ. സെപ്പറേറ്റ് ഒരു കുഴി, അതിൻ്റെ അകത്ത് നനവുണ്ട്. നനവ് വന്നേക്കുന്നതാണ് അവിടെ ഒരു ഡാർക്ക് കളറിൽ കാണുന്നത് കേട്ടോ. ഇനി കുഴിച്ച് ഈ ഒരു മൊത്തം പോർഷനും ആ ഒരു ലെവലിൽ കുഴിച്ചെത്തുമ്പോഴത്തേക്കും വെള്ളം ആവുമെന്നാണ് പറയുന്നത്. ഇത് നമ്മളൊരു വെയിറ്റിംഗ് ആണ് കേട്ടോ. ചോറ് തന്നുമ്പോഴത്തേക്കും ആവൂലേ? ചേട്ടൻ പറഞ്ഞ് ഇപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ ചോറുണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് പറഞ്ഞിട്ടോ. വേണ്ട സൈഡിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ? നീര് കണ്ട് തുടങ്ങിയിട്ടോ. ഉണ്ടോ ഒരു കളർ വ്യത്യാസം കണ്ടോ? ഈ സൈഡിൽ ഇത് കറക്റ്റ് ഞാൻ വിരൽ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ എനിക്ക് കാണുന്നുണ്ട്. ഈ ഒരു സൈഡിൽ കണ്ടോ, ഇവിടെ ആയിട്ട് കണ്ടോ. ഇത് രമേശേട്ടൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ. രമേശേട്ടന് ഭയങ്കര സന്തോഷം കേട്ടോ. ഇത്രയും ദിവസം പുള്ളി ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. ഇത് വെറുതെ ആയി പോവുമോ, പണി വെറുതെ ആയി പോകുമെന്ന് പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കാണുന്നുണ്ടല്ലേ? കാണട്ടെ നമുക്ക് കുഴിച്ചോ. നമുക്ക് എന്തായാലും ഇന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. നമ്മൾ
ഈ സൈഡിൽ നിന്നുണ്ട്, ഈ സൈഡും ഉണ്ട്. അപ്പൊ ഇവിടെ കുഴിച്ച് വരുമ്പോ ഇങ്ങോട്ടാവും അല്ലേ? വലിച്ചോ വലിച്ചു. ഉണ്ട് ഉള്ളതായി തുടങ്ങി കേട്ടോ. ഇന്നിപ്പോൾ സമയം 2:45 2:45 അവർ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അത്രയും അവർ മെനക്കെടുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെയും ഒന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട് അവരുടെ ഭാഗത്തു നിന്നും വളരെ ആത്മാർത്ഥമായിട്ട് അവർ പണിയെടുത്തിട്ടുണ്ട്. ഏതായാലും നല്ലൊരു ശുഭസൂചനയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നല്ല ഒരു വാർത്ത നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഏതായാലും വരുന്ന മണിക്കൂറുകളിലും അതുപോലെ തന്നെ നാളെയൊക്കെ ആയിട്ട് നമുക്കിതിൻ്റെ പണി ഏറെക്കുറെ, അതായത് മണ്ണ് താഴ്ത്തൽ ഏറെക്കുറെ തീർക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിനി അതിൻ്റെ ചുറ്റും ഒന്ന് കെട്ടി വെച്ചിട്ട് ഗ്രില്ലിടാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിവശത്തെ മണ്ണിന് അത്ര ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് അടിവശത്തും ഒരു കോല് പൊക്കത്തിനൊക്കെ കെട്ടി കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ മണ്ണ് തള്ളിപ്പോരുമെന്നും പറഞ്ഞു. ഏതായാലും അങ്ങനെ ഒരു പരിപാടിയും കൂടെ നമുക്കിനിയുണ്ട്. കിണറിൻ്റെ പണി അവസാനിക്കുന്നില്ല ഏതായാലും. പക്ഷേ നമ്മുടെ പണി വെറുതെ ആയില്ല എന്നുള്ളൊരാശ്വാസമാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. വളരെ സന്തോഷം. ദൈവത്തിന് നന്ദി പറയുന്നു. ആ ചേട്ടനാണെങ്കിലും നേർച്ചയൊക്കെ നേർന്ന് കാത്തിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാനും ഓരോ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എങ്ങനെയെങ്കിലും ഇന്ന് ശരിയാണേന്ന് പ്രാർത്ഥിച്ച് തന്നെയാണ് പോയിരുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഇനി എൻ്റെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള കാഴ്ചകളായിരിക്കും. ഏതായാലും അവരവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് കാണാം. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വെള്ളമായി തുടങ്ങിയതാ. വെള്ളം നമ്മൾ നേരത്തെ കണ്ട പോലെ ഇച്ചിരിയും കൂടെ ആയിട്ടുണ്ട്. വളരെ സന്തോഷം കേട്ടോ. കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം. എൻ്റെ മോനെ നമ്മുടെ ഈ പ്രസവ വാർഡിൽ പ്രസവത്തിന് കാത്തു നിന്ന് വെച്ചിട്ട് കൊച്ചുണ്ടായെന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് കേട്ടോ. ഇതുണ്ടോ വെള്ളം ഇത്രയായി. വളരെ സന്തോഷം ഇത് കാണുമ്പോൾ. ചേച്ചി പോയി നോക്കുവാണ് കേട്ടോ. കണ്ടോ ചേച്ചി? ഇന്ന് വെള്ളം കണ്ടു. എൻ്റെ വിഷമങ്ങൾ തീരാൻ പോകുന്ന ചേച്ചിയുടെ വിഷമങ്ങൾ തീരാൻ പോവാ. വെള്ളം കണ്ടേക്കൊണ്ട് എൻ്റെ വിഷമങ്ങളൊക്കെ തീരാൻ പോകുന്ന. ഇനി എനിക്ക് സന്തോഷം. ഇത് ചെയ്ത് തന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും നന്ദി. അതൊക്കെ നമുക്ക് ഇനി മൊത്തം പണി തീരട്ടെ കേട്ടോ. ഇനിയുണ്ടല്ലോ പണി. സന്തോഷമായില്ല എന്തായാലും? സന്തോഷമായി. ഇതിൻ്റെ അകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ദിവസം നമുക്കറിയാം ജൂൺ മാസമാണെങ്കിൽ പോലും മഴ നമ്മളെ ചതിച്ചില്ല. കാരണം ഈ സമയത്ത് വലിയ മഴയായിരുന്നെങ്കിൽ ഇവർ കിണർ കുഴിക്കുമ്പോൾ കാണുന്ന ഉറവ ഒരിക്കലും കറക്റ്റായിരിക്കില്ല. കാരണം മഴയത്ത് എന്തായാലും ഒത്തിരി ഉറവകളുണ്ടാവും. പക്ഷേ മഴ അങ്ങനെ കാര്യമായിട്ട് ഈ പ്രാവശ്യം പെയ്യാത്തത് അതുകൊണ്ടാണ് ഇത്രയും ലാസ്റ്റ് വരെ കിട്ടിയത്. അതുകൊണ്ട് അത് കറക്റ്റ് ഉറവയാണ്, കൃത്യമായിട്ടുള്ള ഉറവയാണ്. വേനൽക്കാലത്ത് അവർക്ക് വെള്ളം കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള ഉറവയാണ് കേട്ടോ. ഏതായാലും അതായത് ഈ ഒരു അലമാര നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സാന്ദ്ര ചേച്ചിയാണ്. അവർക്ക് കിച്ചണിലേക്ക് അതുപോലെ തന്നെ ബെഡ്റൂമിൽ വെക്കാനായിട്ടാണ് ഓരോ അലമാര നമ്മൾ മേടിച്ചിരിക്കുന്നത്. സാധനങ്ങളൊക്കെ വെക്കാനായിട്ടും ഒക്കെ ഒരു റാക്ക് പോലെ അപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം കേട്ടോ. അങ്ങനെ ഇരിക്കും. ഏതായാലും ഇനി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കയറ്റി വെക്കാനും പറ്റും ഒരു സ്ഥലമായി കേട്ടോ. ഏതായാലും ചേച്ചിക്കും ഒരു നന്ദി പറയുകയാണ്. രമേശേട്ടാ, സന്തോഷമായോ? സന്തോഷമായി. വെള്ളം ഇന്ന് കണ്ടു. നമ്മളെ കഷ്ടപ്പാട് തീർന്ന് 14 ദിവസം നമ്മൾ മെനക്കെട്ടല്ലേ? മെനക്കെട്ടു. എന്തായാലും ആ ഉപകാരം ചെയ്ത ചേച്ചിയെ അടുത്തൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൈസ മുടക്കി ഒരു വെള്ളം കാണിച്ചു തന്നാൽ ചേച്ചിയോട് എന്നും നമ്മളെ പ്രാർത്ഥന ഉണ്ടാവും. നന്ദിയുണ്ട് ആ ചേച്ചിക്ക്. നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിയല്ലേ വെള്ളം കോരി എൻ്റെ അമ്മ ആനേനെ പേടിച്ചിട്ട് ചില സമയത്ത് വെള്ളം ഉണ്ടാവില്ല, കുടിക്കാനും കഴിയില്ല. വളരെയേറെ കാട്ടി കിടന്ന് 10-20 കൊല്ലം ഞാൻ വളരെ കഷ്ടപ്പെട്ടു.
പക്ഷേ ഇന്ന് ആ ചേച്ചിമാരെൻ്റെ മുന്നിലേക്ക് കയറി വന്നപ്പോൾ എൻ്റെ കഷ്ടപ്പാട് തീർന്നു. ആ ചേച്ചിയും ആ ചേച്ചിയുടെ ഭർത്താവും ഉണ്ട്, വർഗീസ് എന്ന് പറഞ്ഞു. മേഴ്സി ചേച്ചിയും വർഗീസ് ചേട്ടനും കേട്ടോ. ഇവർ രണ്ടുപേരാണ് നമുക്ക് ഈ കിണറിന് വേണ്ടിയിട്ട് എല്ലാം. മേഴ്സി ചേച്ചിയും വർഗീസ് ചേട്ടനും. അതെ. ചേച്ചി സന്തോഷമായോ? സന്തോഷമായി. വെള്ളം കണ്ടല്ലോ. ഇന്നലെയും ചേച്ചി പറഞ്ഞപ്പോൾ ചേച്ചി ഒട്ടും പ്രതീക്ഷയില്ലാതെ ഒരു വിഷമത്തിലാട്ടോ പറഞ്ഞത്. വെള്ളം കണ്ടപ്പോൾ സത്യം പറഞ്ഞ ചേച്ചിയുടെ മുഖം തെളിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ ഇങ്ങനെ പുറത്തു പോയി നമ്മളൊന്നും ചെയ്യണ്ടല്ലോ അല്ലേ? ആനക്കാട്ടിൽ പോയി വെള്ളം ആനക്കാട്ടിലൊന്നും എനിക്ക് തന്നെ വീട്ടിൽ തന്നെ വെള്ളം കോരി എൻ്റെ ഭക്ഷണമൊക്കെ എല്ലാക്കണം. എല്ലാവർക്കും അതൊരു ഭാഗ്യല്ലേ അല്ലേ? വെള്ളം പറയാനുണ്ടോ? ഞാൻ കഷ്ടപ്പെട്ട പാട് ഇത്രയും ജനങ്ങൾ ഈ ആറളം ഫാമിൽ താമസിച്ചിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ ചേച്ചിമാരും ആ ചേട്ടനൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളെ കഷ്ടപ്പാട് അവർക്ക് പുണ്യം കിട്ടും. നമുക്ക് എന്തായാലും ഈ കിണറിന്റെ വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറിയ പരിപാടിയൊക്കെ നടത്തണം. ആഗ്രഹമുണ്ട്. നടത്താം കേട്ടോ. ആയിക്കോട്ടെ. ഏതായാലും വളരെ സന്തോഷം എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ. കാരണം എന്താ പറയുക, 10-14 ദിവസം നമ്മളിങ്ങനെ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. നീണ്ട 20 വർഷത്തെ അവരുടെ കാത്തിരിപ്പാണ്. അതായത് സ്വന്തമായിട്ടൊരു കുടിവെള്ളം, അതായത് അവർക്ക് വീട്ടിൽ കുടിവെള്ളം കിട്ടുക എന്നുള്ളൊരു സ്വപ്നം. കാരണം കുടിവെള്ളത്തിൻ്റെ വില എന്നാന്ന് അറിയണമെങ്കിൽ നമ്മളൊക്കെ ഇവിടെയൊക്കെ വന്ന് ഓരോരുത്തരുടെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി നോക്കണം. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഈ മനുഷ്യർ കുടിവെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളൊക്കെ ചിലപ്പോൾ ചുമന്നുകൊണ്ടൊക്കെ വന്ന്, അല്ലെങ്കിൽ കാട്ടിലൊക്കെ പോയി കാട്ടിലെ അരുവിയിൽ നിന്നൊക്കെ വെള്ളം ചുമന്നുകൊണ്ട് വന്ന്, അതും അല്ലെങ്കിൽ ഈ ഫാമിൽ തന്നെ ആനയൊക്കെ ഉള്ള പ്രദേശത്തൊക്കെ പോയി വെള്ളം ചുമന്നുകൊണ്ട് വന്ന്, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. വളരെ പ്രയാസപ്പെട്ട്. അപ്പോൾ ആ ഒരവസ്ഥയിൽ ആ ചേട്ടൻ്റെ ബുദ്ധിമുട്ട് കണ്ട് നമ്മളെ ഈ ഒരു കാര്യത്തിന് സഹായിച്ച അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത വർഗീസ് ചേട്ടനും അതുപോലെ തന്നെ മേഴ്സി ചേച്ചിക്കും ഫ്രം USA. അപ്പോൾ അവരാണ് നമുക്കിതിന് സ്പോൺസർ ചെയ്തത്. വളരെയധികം നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഒത്തിരിയധികം എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അവർക്ക് വളരെയധികം സന്തോഷമുണ്ട്. നല്ല നല്ല കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതായത് ഇനി നമുക്ക് അതിൻ്റെ അടിവശം കെട്ടി വെട്ടുകല്ല് വെച്ച് കെട്ടാനുണ്ട്. അതുപോലെ മുകൾ വശത്ത് ഒരു നമ്മുടെ ഒരു അരപ്പക്കം ആരും അങ്ങോട്ട് മറിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് കെട്ടി തേച്ച് ഇതാക്കി അതിൻ്റെ മുകളിൽ ഗ്രില്ലൊക്കെ ഇട്ട് പിടിപ്പിക്കാനുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് മാനുകളൊക്കെ വല്ലതും വന്ന് ചാടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഗ്രില്ല് എന്തായാലും മസ്റ്റായിട്ട് പിടിപ്പിക്കണം. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നടക്കുന്നതായിരിക്കും. ഏതായാലും നമ്മുടെ മെയിൻ കാര്യം നടന്നു. വെള്ളം കിട്ടുക എന്നുള്ളതായിരുന്നു. അത് 14-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് 2:30 ഈ ഒരു സംഭവം നമ്മൾ കണ്ടത് കേട്ടോ. ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് അറിയത്തില്ല, അത് ഇത്രയും ദിവസം ഇവിടെ മെനക്കെട്ട് ഇങ്ങനെ നിന്ന് നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് കിട്ടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. ഇത്രയും ദിവസം എൻ്റെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരേ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരക്കില്ലാടി എന്ന് പറഞ്ഞാൽ, നമ്മൾ കിണർ കുടിക്കുന്ന ഒരു രംഗം നമ്മുടെ മനസ്സിലേക്ക് എവിടെയെങ്കിലും കാണുകയോ അല്ലെങ്കിൽ ഓർക്കുകയോ ചെയ്താൽ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു രംഗം എന്ന് പറയുന്നത് സുന്ദരക്കില്ലാടി എന്ന് പറയുന്ന ദിലീപ് അഭിനയിച്ച ആ ഒരു ചിത്രം, ആ ഒരു സിനിമയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. കാരണം കിണർ പണിയെ എത്ര മനോഹരമായിട്ട് കാണിച്ച ഒരു ചിത്രം വേറെ ഇല്ല. അതിൻ്റെ അകത്ത് ആ പാട്ട് ഉണ്ടല്ലോ, ഞാനിനി അത് പ്രത്യേകിച്ച് പാടി കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പാട്ടാണ് എൻ്റെ മനസ്സിൽ കൂടെ ഓടി വരുന്നത്. പഞ്ചഭൂതഗണങ്ങൾക്കും ചോറുകൂട്ടും എന്നൊക്കെ പറഞ്ഞ ആ ഒരു പാട്ട്. അപ്പോൾ ആ ഒരു പാട്ട് ഫുൾ ടൈം എന്ന് പറയുന്ന പോലെ തലയിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ പാട്ടിൻ്റെ അകത്തെ പോലെ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഏതായാലും ആ പാട്ടിൻ്റെ അകത്തെ പോലെ അല്ല ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്. കാരണം നിൽക്കുന്ന സ്ഥലം അങ്ങനത്തെ സ്ഥലം ആയതുകൊണ്ട് ഇടയ്ക്ക് ആനയൊക്കെ വന്ന് തലയെ വന്ന് കൊട്ടി വിളിച്ച് നോക്കും. ചിലപ്പോൾ പറയാൻ പറ്റിയല്ല, ഫുള്ള് ഇങ്ങനത്തെ ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ചുറ്റും നോക്കാതിരിക്കാനും പറ്റിയല്ല. അപ്പോൾ അങ്ങനെ കിണർ പണി അത്ര മനോഹരമായിട്ട് അവർ ചെയ്ത് ആ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പോലെ തന്നെ ഒത്തിരി വിശ്വാസങ്ങളും എന്താ പറയുക ഒത്തിരി അടിച്ചമർത്തലുകളും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളൊക്കെ ഉള്ള ഒരു മനുഷ്യർക്കാണ് ഇങ്ങനെ ഒരു കിണർ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അവർ ആ കിണർ പണിയുമ്പോഴാണെങ്കിൽ പോലും അവരുടെ ഓരോ വാക്കുകളിലും നമുക്കത് മനസ്സിലാവും. അതൊക്കെ ആ സിനിമയിലെ ഓരോ രംഗങ്ങളുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അത് മനസ്സിലായത്. പ്രത്യേകിച്ച് അവരുടെ പ്രാർത്ഥനയും അവർ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസവും അവരുടെ ദൈവം അവരെ ചതിക്കില്ല എന്നുള്ളൊരു ആ ഒരു നേർച്ച വരെ നേർന്നിട്ടുണ്ട്. ഇപ്പോൾ കിണറിൻ്റെ പണി ഇപ്പോൾ സമയം 4:15 അവർ ഈ വെള്ളം കണ്ട അവിടെ അവർ പണി നിർത്തി അവർ പോയിരിക്കുകയാണ്. അതായത് ചേട്ടനും ചേച്ചിയൊക്കെ ഇനി അമ്പലത്തിൽ പോകണം. അവർ നേർച്ച നേർന്നിട്ടുണ്ട്. ആ നേർച്ച
നിറവേറ്റാനായിട്ട് അവർ പോവുകയാണ്. അപ്പോൾ അത്രത്തോളം വിശ്വാസത്തിലാണ് അവരൊക്കെ പോകുന്നത്. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ പ്രകൃതി മുഴുവൻ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നത്. ഇത്രയും ദിവസം മഴ പോലും പെയ്യാതെ വളരെ ക്ലിയറായിട്ട് എടുത്തു പറയേണ്ട ഒരു അത്ഭുതം തന്നെയാണ്. ഒരു മഴ പോലും പെയ്യാതെ ഞങ്ങൾക്ക് വിചാരിച്ചത് മഴ കുളമാക്കുന്നുള്ളതൊക്കെ വിചാരിച്ച് തന്നെയാണ് ആ ടാർപ്പൊക്കെ മേടിച്ചത്. മഴ പെയ്തോന്ന് വെച്ചാൽ പെയ്തു, പക്ഷേ ഒരു തരത്തിലും കിണർ പണിയെ അത് ബാധിച്ചിട്ടില്ല. കിണർ പണിയുന്ന സമയത്ത് ഒരു ദിവസം കണ്ടേ മഴ ഉണ്ടായിരുന്നുള്ളൂ. മഴക്കാലത്തിന് മഴയൊന്നും പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കിട്ടിയ ഉറവ പക്കാണ്. അതായത് വേനൽക്കാലത്ത് നമുക്ക് എങ്ങനെ വെള്ളം കിട്ടും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉറവ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി പണിയും കാര്യങ്ങളൊക്കെ കാണിക്കും. ഒത്തിരി സന്തോഷത്തോടെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കണം. ഒപ്പം ആ റാക്ക് മേടിച്ച് തന്നത് സാന്ദ്ര ചേച്ചിയാണ്. അതും നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ട്. സാന്ദ്ര ചേച്ചി പറഞ്ഞിരുന്ന അവർക്കൊരു പാത്രങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് ഒരു സ്റ്റീൽ റാക്ക് മേടിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ മുമ്പ് വശത്തെ 2 ജനൽ ആന പൊട്ടിച്ചതാണ്. ആ ഒരു ജനലും കൂടെ ഒന്ന് മാറ്റി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മളിവിടെ നിന്നപ്പോൾ കണ്ടോ കേട്ടോ, ആനയെ കണ്ടോ. ഇപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ അതാ രമേശൻ്റെ വീട്. ഇത് ആന നിൽക്കുന്നു ലൈവ് കേട്ടോ. ആ കാണുന്ന ആനയാണ്. അതായത് ഞാൻ ആ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിച്ച തൊട്ട് പുറകെയാണ് ഫോറസ്റ്റുകാർ വന്നത്. മുകളിലേക്ക് പോയി. രമേശൻ്റെ വീട് കൂടെ തൊട്ടപ്പുറത്താട്ടോ. ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ സംഭവം കണ്ടത്. വീടും ഭയങ്കര റിസ്ക് എടുത്താട്ടോ ഈ പണി ചെയ്യുന്നത്. അങ്ങനെ പുറത്തു നിന്നിട്ട് ഒന്നിൽ കൂടുതലുണ്ട് കേട്ടോ. അങ്ങോട്ട് തിരിഞ്ഞു, പിന്നെ തിരിഞ്ഞാൽ മതി. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു.